നമസ്കാരം, എല്ലാവർക്കും അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ഷവർമ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കനാണ് വേണ്ടത്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള പീസാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നമ്മുടെ ചിക്കൻ നന്നായി സോഫ്റ്റ് ആക്കും, പിന്നെ നല്ലൊരു ഫ്ലേവറും തരും. നിങ്ങളടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എല്ലുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് പീസസ്, ബോൺലെസ് പീസസ് ഒക്കെ എടുക്കാം. ഞാനിത് ഫ്രൈ ആക്കിയതിന് ശേഷം ഡീബോൺ ചെയ്യും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഗാർലിക് സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ വൈറ്റ് മാത്രം മതി നമുക്ക്, യോക്ക് നമുക്ക് ആവശ്യമില്ല. യോക്ക് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറിയ ചെറിയ പീസസായി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇതാ ഞാനിവിടെ 2-3 പ്രാവശ്യം വിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് വിപ്പ് ചെയ്ത് കട്ടിക്കാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് വിപ്പ് ചെയ്തെടുത്തതാണ്. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഈ സമയത്ത് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കിനി കുക്കിംഗ് ഒന്നുമില്ല, അപ്പോൾ ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് എല്ലിന്ന് ചിക്കൻ പീസസ് അടർത്തിയെടുക്കാം. ഇനി നമുക്ക് ഷവർമയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് അല്ലെങ്കിൽ ലെറ്റ്യൂസ് ആഡ് ചെയ്യുക. ക്യാബേജ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായി അരിഞ്ഞതാണ്. അടുത്തായിട്ട് ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഞാൻ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതും ഒരു ചെറിയ കുക്കുംബറാണ്, കുഞ്ഞതായി അരിഞ്ഞെടുത്തതാണ്. അടുത്തായിട്ട് ഞാനൊരു ചെറിയ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗാർലിക് സോസ് ഒരു 2-3-4 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഈ വെജിറ്റബിൾസ് ആയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗാർലിക് സോസ് ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെജീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഡീബോൺ ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ ചിക്കൻ്റെ എല്ലാ പീസസും ഞാൻ എല്ലിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു ബട്ടർ പേപ്പർ എടുക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുബൂസ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയ കുബൂസാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. നല്ല സോഫ്റ്റ് കുബൂസാണ്. ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗാർലിക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം ഗാർലിക് സോസ് മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിന് മുകളിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് പ്ലേറ്റിലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ ഷവർമ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.